ഞങ്ങളോട് കുടുംബകാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവായിട്ട് വിഷയമുണ്ട്, പിണങ്ങി നിൽക്കുവാണ്, കേസുണ്ടെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. ടോം ചേട്ടൻ ഇതിലെ കൂടെ ഒരു വിദേശ യുവതിയായിട്ട് അവിടെ വന്ന് ഈ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന് ബസ് കയറാനായിട്ട് വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം സാമ അന്ന് ജെസിറ്റിയുടെ ഭർത്താവാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എവിടെയെങ്കിലും മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുമായിരിക്കും, ഇങ്ങനെ കൊന്നു കളഞ്ഞെന്ന് ഒരു പ്രതീക്ഷയിലായിരുന്നു. വളരെ വിഷമം തോന്നി മരിച്ചെന്ന് പറഞ്ഞപ്പോൾ. എന്ത് പ്രശ്നമായാലും ഒരു ജീവൻ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു എന്നാണ്. പുള്ളിക്കാരത്തി അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കലായിരുന്നു. പുള്ളിക്കാരത്തിയുടെ സേഫ്റ്റി നോക്കണമായിരുന്നു. കോടതി അനുകൂലമായിട്ടുള്ള വിധി വരുമ്പം തിരിച്ച് ഞാൻ വന്നാൽ മതിയായിരുന്നു. പറയുമായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇങ്ങനെ പോലെ പിള്ളേരുമായിട്ടൊക്കെ പിണങ്ങി ഒരു മക്കളുമായിട്ടൊന്നും മിണ്ടത്തില്ല, നേരത്തെ സ്നേഹമായിരുന്നു, ഇപ്പം പിണങ്ങി കഴിയുവാണെന്നൊക്കെ പറയായിരുന്നു. നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കും. മാനസികമായിട്ട് ഇവർ എന്തോ ഒരു തകർച്ച വന്നതാണ്. അപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് ജെസി ജോസഫിനെ കുറിച്ച് ജെസി സാമിൻ്റെ വിഷയം. ജെസി ചേച്ചിനെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ കടയിൽ വന്നിട്ടുണ്ട്. നാഗമ്പടംപള്ളി നേരത്തെ എല്ലാ ചൊവ്വാഴ്ചയും പോയിട്ട് വരുമ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ട് പരിചയമുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബ്യൂട്ടി പാർലറിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് ആ ചേച്ചിയെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ജെസി ചേച്ചിയായിട്ട് വേറെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സാഹചര്യമായിട്ടില്ല. എനിക്ക് ആ ചേച്ചിയെ വളരെ ഇഷ്ടമായിരുന്നു. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ഞങ്ങളോട് കുടുംബകാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവായിട്ട് വിഷയമുണ്ട്, പിണങ്ങി നിൽക്കുവാണ്, കേസുണ്ടെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും രൂക്ഷമായിരുന്നുള്ളത് മരണപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ അറിയുന്നത്. ഒരു കുടുംബ പ്രശ്നങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അവർ തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കൂട്ടിക്കിടക്കുക ഞങ്ങളും ആ വഴി കൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ അവരുടെ വീടിൻ്റെ വാതിക്കൽ ഒരാളെയും കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. സാം ചേട്ടൻ ഇതിലെ കൂടെ ഒരു വിദേശ യുവതിയായിട്ട് അവിടെ വന്ന് ഈ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന് ബസ് കയറാനായിട്ട് വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ കടയിൽ ആ യുവതിയായിട്ട് വന്നിട്ട് സാധനം വാങ്ങിച്ചിട്ടുമുണ്ട്. അന്ന് മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി കെട്ടിയൊക്കെ വെച്ചൊരു ഇതായിരുന്നു അന്ന് സാം. വിദേശ വനിതയായിട്ട് വന്ന പറഞ്ഞാണ് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം. സാമ അന്ന് ജെസിറ്റിയുടെ ഭർത്താവാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ഈ വിദേശ വനിതയായിട്ട് വന്നവറിനാണ് ഞാൻ ചോദിച്ചത്, അത് ആരാന്ന് ചോദിച്ചപ്പം പറഞ്ഞു അത് ജെസി ചേച്ചിയുടെ ഭർത്താവാണ്, സാമാണെന്ന്. അങ്ങനെയാണ് ഞാൻ. പിന്നെ ഞങ്ങൾ ഈ കടയിൽ വന്ന ഇറാനി യുവതിയായിട്ട് വന്നപ്പോഴത്തേനും കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കടയിൽ വന്ന് സാധനം വാങ്ങിച്ചു, എൻ്റെ പൈസ വാങ്ങിച്ചു, ബാക്കി തിരിച്ചു കൊടുത്തു. അല്ലാതെ ഞങ്ങൾ മിണ്ടിയിട്ടില്ല, അറിയത്തില്ല, ഒന്നും ചോദിച്ചിട്ടില്ല ഞങ്ങളോട്. ദൂരനായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്ന പോലെ ഈ വഴിയെ കൂടെ ഒക്കെ പോയിട്ടുള്ളത്. ഞാൻ കാണുമ്പോൾ മുടി നീട്ടി വളർത്തിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുമായിരുന്നു. അല്ല, ഇപ്പം സാമാണെന്ന് കണ്ടാൽ പറയത്തില്ല. പ്രായം തോന്നി. ഇപ്പം പ്രായം തോന്നിക്കുന്നുണ്ട്, പക്ഷെ അന്ന് പ്രായം തോന്നിക്കത്തില്ല ഉള്ളായിരുന്നു. പിന്നെ ഈ സാമി ഇല്ലാതെയും പുള്ളിക്കാരി ബസ് സ്റ്റോപ്പിൽ വന്ന് തന്നെ ബസ് കയറി പോകുന്നു കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. നാളെ ഇവിടെ സ്ഥിരം ഉണ്ടായിരുന്നു. ഹോം സ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കുമായിരുന്നു. അപ്പോൾ ജെസി അവിടെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ജെസി ചേച്ചി താഴത്തെ നിലയിലുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടി കയറാൻ വേണ്ടി പുതിയൊരു സ്റ്റെപ്പ് വെളിയിൽ നിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ അങ്ങോട്ട് മുകളിൽ നിന്നിലോട്ട് കയറി പോകും, ജെസി ചേച്ചി താഴെ. ഇന്ന് വരെ എപ്പോഴും ചിരിച്ച് കാണുന്ന ഒരു മുഖപ്രകൃതിയായിരുന്നു. ഒരിക്കലും ഒരു ഇത്രയും വിഷമമുണ്ടെന്നുള്ളത് മുഖം കണ്ടാൽ പറയത്തില്ലായിരുന്നു. എപ്പോഴും ചിരിച്ച് കാണുന്ന ഒരു മുഖമായിരുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ നോയമ്പ് കാലത്തൊക്കെ സ്ഥിരം വരുമായിരുന്നു ജെസി ചേച്ചി. പക്ഷേ കുടുംബ പ്രശ്നം ഉണ്ടെന്നോ ഭർത്താവായിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടെന്നും മുഖം കണ്ടാലോ പെരുമാറ്റത്തിലൊന്നും തോന്നത്തില്ലായിരുന്നു. പള്ളി നോയമ്പ് കാലത്തൊക്കെ വരാറുണ്ടായിരുന്നു. ആൺപിള്ളേർ ഇവിടെ സൺഡേ സ്കൂളിൽ പഠിച്ച ആ പിള്ളേരെ എനിക്ക് കണ്ടുപരിചയമുണ്ട്. പക്ഷെ മോളെ എനിക്കറിയത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഞങ്ങൾ ഈ മരണപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ പറയുന്നത് നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ലെന്ന്. അവർക്ക് കൂട്ടുകാരികളായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു. അവരോടായിട്ട് ഫോണിലൂടെ സംസാരിക്കുകയും ഒക്കെ പറയുകയും ചെയ്തെന്നല്ലാതെ അയൽവക്കക്കാരായിട്ട് നേരിട്ട് സമ്പർക്കമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നോടും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വരുമ്പോഴത്തേന് കടയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്നോട് നല്ലതായിട്ട് പെരുമാറിയിട്ടുള്ളത്. സ്മാർട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അറിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ദൈവമേ എവിടെയെങ്കിലും മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുമായിരിക്കും, ഇങ്ങനെ കൊന്നു കളഞ്ഞെന്ന് ഒരു പ്രതീക്ഷയിലായിരുന്നു. വളരെ വിഷമം തോന്നി മരിച്ചെന്ന് പറഞ്ഞപ്പോൾ. ഒരിക്കലും വിഷമമുണ്ടെന്നും പറയത്തുമില്ലായിരുന്നു, ആരോടും പറഞ്ഞിട്ടുമില്ല. അടുത്തുള്ളൊരു കൂട്ടുകാരികളോട് പോലും കുടുംബ പ്രശ്നമൊന്നും പറയാറില്ലായിരുന്നു. ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ കാരണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. കേസുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിള്ളേർ മോൻ ഇവിടെ സ്ഥിരം കടയിൽ വരുമായിരുന്നു. പാല് വാങ്ങിക്കാനും ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് സ്ഥിരം മോൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വരുമായിരുന്നു. ഇപ്പോഴും ഈ പേപ്പർ മേടിക്കാൻ ഇവിടെ വരും. അപ്പം ഞാൻ അവനോട് ചോദിച്ചു എന്തിനാ, അപ്പം പറയുമ്പോൾ പടം വരയ്ക്കുന്നുണ്ട്, പടം വരയ്ക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയുമായിരുന്നു. ഒരു കൊന്നു കളയണ്ടായിരുന്നാണ് ഞങ്ങളുടെ എപ്പോഴും അഭിപ്രായം. എന്ത് പ്രശ്നമായാലും ഒരു ജീവൻ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു എന്നാണ്. ജീവനല്ലേ? അതെ. ഇല്ല, ഇവിടെ കട വന്നിട്ടുണ്ടെങ്കിലും വാങ്ങിക്കുന്ന സാധനത്തിന് പൈസ തന്നിട്ട് പോകുന്നല്ലാതെ ഒന്നും സംസാരിക്കില്ലായിരുന്നു. പിന്നെ ഈ വിദേശ യുവതികളെ ആയിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നേക്കും, ബസ് കയറി പോകും, അത്രയും കണ്ടുള്ള പരിചയമുള്ളൂ. ഞാനൊരു 4-5 തവണ ഈ വഴിയിൽ കൂടെ പോയി കണ്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടെ പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ വിദേശ വനിത ഒറ്റയ്ക്കും ഇവിടുന്ന് ബസ് കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്. സാം ചേട്ടനാണ് ഇവിടെ വരുമ്പോഴത്തേനും സാധനങ്ങളുടെ പൈസയൊക്കെ പേ ചെയ്യുന്നത്. മലയാളം അറിയത്തില്ല, പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നത് മാത്രമേ ഉള്ളെന്നാണ്. അവർക്ക് ആരുമായിട്ടും ബന്ധമില്ലായിരുന്നു. കാരണം ഈ സംഭവം ഉണ്ടായതുപോലെ ഇത് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത്. താഴെ വീണ് അറിയാമായിരിക്കുമല്ലോ. മുമ്പൊരു പ്രാവശ്യം ഒരു അസോസിയേഷൻ്റെ ഒരു ആവശ്യത്തിന് അവരുടെ വീട്ടിൽ പോയി. അതൊരു
5-10 വർഷം മുമ്പ്, അല്ല 5-8 ഒരു 6-7 വർഷം മുമ്പാണ്. അന്ന് ഇവർ തമ്മിൽ അത്ര രൂഹ്യല്ലായിരുന്നു. അപ്പോൾ അവർ മെമ്പർഷിപ്പ് എടുക്കാമോ എന്ന് ചോദിച്ചാൽ അവർ മെമ്പർഷിപ്പ് എടുക്കാൻ ഞങ്ങൾ ബാംഗ്ലൂർ ബേസ്ഡാണ്, എടുക്കുന്ന കാര്യമില്ല, വരാനൊന്നും പറ്റിയില്ല, നിങ്ങൾക്ക് സംഭാവന വല്ലതും തരാമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അത്രയേ പറഞ്ഞുള്ളൂ. ആ ഒരു ബന്ധമേ ഉള്ളൂ അവരുമായിട്ട്. കയറ്റി ചെന്നാൽ വളരെ അന്തസ്സായിട്ടൊക്കെ അവരുടെ അവിടെ നിന്ന്. അയാളെ മുകളിൽ ഇവർ താഴെയായിരുന്നു. താഴെ അവരെ മാത്രമേ കണ്ടുള്ളൂ, മറ്റേ ആളെ കണ്ടില്ലായിരുന്നു. താഴോട്ടുള്ള കയറി ചെല്ലുന്നത്, നേരെ മുകളിലോട്ടല്ല നമ്മൾ കയറി ചെല്ലായിരുന്നു. കയറിയപ്പോൾ അവരായിരുന്നു, അവരോട് വർത്താനം പറഞ്ഞു, ഞങ്ങൾ പോരുകയും ചെയ്തു. അല്ല, അവരന്ന് ഞങ്ങളുടെ പിള്ളേരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. മക്കളാണെന്നാണ് പറഞ്ഞത്. എനിക്കൊക്കെ മക്കളാണോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, മക്കളാണെന്ന് പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അതൊക്കെ പത്രത്തിലൂടെ ഉള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. മാങ്കൂട്ടം ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും നമുക്കെന്നാ തോന്നി, അതുപോലെ തന്നെയുള്ളൂ. ഇതുപോലുള്ള ഷേഡി ക്യാരക്ടറായിട്ടുള്ള ആൾക്കാർ ഇതുപോലൊക്കെ ചെയ്യും. മനുഷ്യൻ്റെ ആ ഒരു ജീവിത രീതിയും ബോധവും അവനിൽ ഉള്ള ഈ ഇത്തരം ഇമ്പൾസ് കൂടുതലുള്ളതൊക്കെ ചെയ്യുമ്പം സ്വന്തം ഭാര്യയോ മക്കളെയോ സമൂഹത്തെയോ ഒന്നും നോക്കുന്നില്ല. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത ആണ്, അതിനെന്ത് വൃത്തികേടും കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാകുന്നത്. എല്ലാവരും അതേ തന്നെ. ഇപ്പോൾ ഇയാൾ കൊല്ലാനായിട്ട് ഒറ്റ നിമിഷം മതി കൊല്ലാനൊരു ജനപ്രതിനിധി പറഞ്ഞതാണ്, ഒരു നിമിഷം മതിയെന്ന്. എന്നിട്ട് അയാളെ നിഷേധിക്കൊന്നുമില്ല. അത്തരം ആൾക്കാരല്ലേ നമ്മുടെ കേരള സംസ്ഥാനത്തുള്ളത്. അയാളൊക്കെ ഇനിയും കേരളത്തിൽ മരിക്കാൻ പോകുന്നെന്നാണ് പറയുന്നത്. എന്തൊക്കെയായിട്ട് നമ്മൾ അതിന് മുമ്പേ ഈ ലോകത്തിൽ നിന്ന് പോയാൽ മതിയായിരുന്നതേ ഉള്ളൂ, ഇവനൊക്കെ ഭരിക്കുന്നതിന് മുമ്പ്. ആ വീടുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട്, അവിടെ പത്രം ഇടുന്ന ആളാന്ന് പറയുന്നു. ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഒന്ന് പറയാൻ പറ്റും? ആദ്യം വന്ന കാലത്തൊക്കെ ഇവിടെ പത്രം ഇടുന്ന ചേട്ടനല്ലേ? വന്ന കാലം മുതൽ ഞങ്ങൾ ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് സ്നേഹവും അടുപ്പമൊക്കെ ആയിരുന്നു, വർത്തമാനമൊക്കെ പറയായിരുന്നു. കഴിഞ്ഞിവിടുന്ന് വിഷയമായി കഴിഞ്ഞിവിടുന്ന് മാറി കട്ടച്ചിറയിലോട്ട് മാറിക്കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ആരുമായിട്ട് ബന്ധമില്ലാതെ വന്നത്. പുള്ളിക്കാരത്തി നല്ലൊരു സ്ത്രീയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പറ്റി നല്ല അഭിപ്രായമൊക്കെ. ഒരു മോശമായുള്ള റിപ്പോർട്ടൊന്നും നമുക്കിതുവരെ കിട്ടിയിട്ടുമില്ല. പിള്ളേരാണേലും നല്ല പിള്ളേരെ എനിക്കറിയാം. എൻ്റെ മോന് മേരിമോണ്ടി പഠിച്ച പിള്ളേരൊക്കെ ഒന്നിച്ച് പഠിച്ചപ്പോൾ ഒരുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. മോളാണെങ്കിലും പുള്ളിക്കാരത്തിൻ്റെ മോളല്ലെങ്കിലും സ്വന്തം മോളെ പോലെയാണ് വളർത്തിയതും വെളിയിലോട്ട് ജോലിക്ക് വിട്ടതും. ഇപ്പം പിള്ളേർ 3 പേരും പോവുകയും ചെയ്തു, കുഴപ്പമില്ലായിരുന്നു, നല്ല ഇതായിരുന്നു. സാമിനെ എനിക്കറിയാം. സാമു ഇവിടെ പള്ളിയിലൊക്കെ പ്രധാനപ്പെട്ട തിരുനാൾ ഈസ്റ്ററിനൊക്കെ കഴിഞ്ഞ വർഷം ഈസ്റ്ററിനൊക്കെ പള്ളി വന്നപ്പം ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങളുടെ കുരിശുമല പോകാനും അതിൻ്റെ പദയാത്രയ്ക്കൊക്കെ വരുവും അവിടെ വന്ന് കഞ്ഞി കുടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് വർത്തമാനമൊക്കെ പറയുകയും കാര്യമൊക്കെ ചെയ്തു. പക്ഷേ പുള്ളി ഇങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തെ ഇച്ചിരി സൂക്ഷിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ കോടതി വിധി പുള്ളിക്കാരത്തേക്ക് അനുകൂലമായിട്ട് വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും മകനങ്ങ് പോയി 6 മാസം കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കലായിരുന്നു. പുള്ളിക്കാരത്തിയുടെ സേഫ്റ്റി നോക്കണമായിരുന്നു. കോടതി അനുകൂലമായിട്ടുള്ള വിധി വരുമ്പം തിരിച്ച് ഞാൻ വന്നാൽ മതിയായിരുന്നു. കാരണം ഡേഞ്ചർ സോങ് ആയിട്ട് ഇവർ രണ്ടുപേരും താഴെ മേളിലായിട്ട് താമസിച്ച് എപ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാടും പള്ളയും പിടിച്ച് കിടക്കുന്ന വീട് കുറേ ഒച്ചയെടുത്താൽ പോലും അറിയത്തില്ല, ആളാനൊക്കെ ഇല്ല, അങ്ങനെ കിടക്കില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്ത്രീയെ കൂട്ടിന് നിർത്തി താമസിപ്പിക്കണമായിരുന്നു. അത് ചെയ്തില്ല. നമ്മൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ നമ്മളങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും പറയുമായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇങ്ങനെ പോലെ പിള്ളേരുമായിട്ടൊക്കെ പിണങ്ങി ഒരു മക്കളുമായിട്ടൊന്നും മിണ്ടത്തില്ല, നേരത്തെ സ്നേഹമായിരുന്നു, ഇപ്പം പിണങ്ങി കഴിയുവാണെന്നൊക്കെ പറയായിരുന്നു. നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കുന്നത് ശരിയല്ലല്ലോ. മാനസികമായിട്ട് ഇവർ എന്തോ ഒരു തകർച്ച വന്നതാണ്. അപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് ആൾക്കാരുമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ മാറിയതായിരിക്കും. പോലും പുറത്തോട്ടങ്ങനെ ഇറങ്ങത്തില്ല, വണ്ടിയെ പോവുക വരിക, സാധനങ്ങളൊക്കെ എല്ലാം വീട്ടിൽ ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ ഓട്ടോയിൽ പോവുക മേടിക്കുക ചെയ്തുകൊണ്ടിരുന്നു. ഈ ജെസ്സി ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? സംസാരിക്കുമായിരുന്നു, വർത്തമാനമൊക്കെ പറയുമായിരുന്നു, നന്നായിട്ട് വർത്തമാനമൊക്കെ പറയുമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരുമായിട്ട് ഇടപെടുന്ന ആൾ തന്നെയാണ്. പിന്നെ ഈ ഗേറ്റൊക്കെ പൂട്ടിയിരിക്കുക, ആൾക്കാരെ കൊണ്ട് അത് ഈ വിഷയം ഉണ്ടായതിന് ശേഷം അതിനു മുമ്പ് അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എപ്പോഴും ഗേറ്റ് തുറന്ന് കിടക്കുകയും ഞാൻ കയറി ചെല്ലുകയും പൈസ മേടിക്കാനോ അവിടെ നിന്ന് വർത്തമാനം പറയുകയും കാര്യങ്ങൾ ഒത്തിരി നേരമൊക്കെ അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞാൽ ഒരു 3-4 കൊല്ലം അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ ആരുമായിട്ട് ബന്ധമൊന്നും ഇല്ലാതെ വന്നത്. പിള്ളേർ കുഴപ്പമില്ല, നല്ല പിള്ളേരായിരുന്നു 3 പേരും. മൂത്ത പെങ്കൊച്ചും ബാക്കി 2 ആൺപിള്ളേരുമായിരുന്നു. അവരെല്ലാവരും മേരിമണ്ടിലാണ് പഠിച്ചത്. അപ്പം എൻ്റെ പിള്ളേരും അവിടെയാണ് പഠിച്ചത്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി കട്ടച്ചിറയിൽ അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കായിരുന്നു. അവിടുത്തെ മേരിമണ്ടിലെ ഒരു പ്രിൻസിപ്പാൾ സിസ്റ്ററിൻ്റെ ഇടപാടിലായിരുന്നു അവിടെ വീടെടുത്ത് കൊടുത്തത്. അപ്പോൾ ഞാനവിടെ പോവും, ഞാനും എൻ്റെ വൈഫും കൂടെ പോകുമായിരുന്നു. അവിടെ പോയി വർത്തമാനം പറയുകയും കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു വീട് മാറണമെന്നും പറഞ്ഞ് എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഒരു വീട് കിട്ടുമെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം സ്കൂളിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി, പുള്ളിക്കാരൻ തന്നെ അവിടെ താമസിക്കുന്നത്, മക്കളൊക്കെ വെളിയില്ല. അവിടെ പോയി വീട് കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇവർക്ക് അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് വിധി വന്നത്. അങ്ങനെ പോലീസിൻ്റെ അങ്ങോട്ട് സപ്പോർട്ടോട് കൂടിയാന്ന് തോന്നുന്നു ഇവിടെ വന്ന് വീണ്ടും തുറന്ന് താമസം തുടങ്ങിയത്. അങ്ങനെ ഞാൻ പോരുമായത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആരുമായിട്ട് മിണ്ടാട്ടമില്ല. പിന്നെ എന്നെ കണ്ടാലും അങ്ങനെ മിണ്ടാറില്ല. എന്നാൽ മാനസികമായിട്ട് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഞാനും
അങ്ങനെ ശ്രദ്ധിക്കാൻ പോകാറില്ലായിരുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ വരുമെന്നുള്ള നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നല്ലോ. ബുദ്ധിമുട്ട് തോന്നി, വളരെ വളരെ വിഷമമായി പോയി. ഇപ്പം ഇത് സംഭവം നടന്നത് 26-ാം തീയതി നടന്നെങ്കിൽ ഞാനൊരു 31-ാം തീയതി അറിയുന്നത്. ഞാൻ ഈ സംഭവം അറിഞ്ഞില്ല. പിന്നെ അവരെ അനിയനെ വിദേശത്ത് പോകാനായിട്ട് കൊണ്ടുവിടാനായിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരു ആളുകൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അന്നേരം എന്തോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ജെസ്സിയെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു. അന്നേരം ഞാൻ ഈ വിവരം അറിയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇതുപോലെ കാണാനില്ല, 6 ദിവസമായി പോയിട്ട് ഒരു വിവരവും ഇല്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരമാണ് അറിയുന്നത് ഇന്നപോലെ ജെസ്സിയുടെ ബോഡി ഇന്നപോലെ തൊടുപുഴയ്ക്കടുത്ത് ഇങ്ങനെ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഫ്ലാഷ് ന്യൂസ് TV യിലുണ്ടെന്നും പറഞ്ഞു. നമ്മൾ അന്തം വിട്ടുപോയി. അങ്ങനെ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. വളരെ ഇതായിപ്പോയി. ആളിനെ കണ്ടാൽ നല്ല ജെന്റിൽമാനാണ്, കുഴപ്പമില്ല. ആൾ നല്ല പാവത്താനൊക്കെ. പുള്ളി പല സമയത്ത് പല ഇതിലാണ് വരുന്നത്. മീശയില്ലാതെ വരും, മുടി നീട്ടി വളർത്തി റബ്ബർ വെച്ച് കെട്ടി ഒക്കെ വെച്ച് വരും. ചിലപ്പോൾ മുടി ഇല്ലാതെ വരും. എന്നാലും ആൾ കുഴപ്പമില്ലായിരുന്നു, നല്ല ഒരു മാന്യനായിരുന്നു. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ചിലപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ടോ? ഇവർ രണ്ടുപേരും ഇവിടെ കൊച്ചിൻ്റെ മാമുദിസ ഒക്കെ നടന്നപ്പോൾ ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മാമുദിസ അല്ല, ആദ്യ കുർബാന ഇവിടുത്തെ ഈ പള്ളി വെച്ചായിരുന്നു. അപ്പം ആ പിള്ളേരുടെ 2 പേരുടെ ഒന്നിച്ചായിരുന്നു നടത്തിയത്. അതിനൊക്കെ പങ്കെടുക്കാനൊക്കെ ഞാൻ പോയതാണ്. അന്നേരം ഇവർ നല്ല ഹാപ്പിയായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം പുള്ളി വിദേശത്തായിരുന്നു. ഇടയ്ക്ക് വരും പോവും അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെയാണ് ഇവർ തമ്മിൽ അകൽച്ചയായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.